നമസ്കാരം. വീണ്ടും യുദ്ധക്കൊതിയുമായി ട്രംപിന്റെ രാക്ഷസ കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങി. ഉന്മൂലന ഭീഷണി മുഴക്കി ഇറാനും യു.എസും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരവെ പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ നിയന്ത്രണം പാലിച്ചു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ ഞങ്ങളുടെ സൈന്യം മടിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മുന്നറിയിപ്പ് പുറത്തുവന്നത്. മധ്യപൂർവ്വ ദേശത്തേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നീക്കിയെന്ന വാർത്ത ലോകം വീണ്ടും ഒരു യുദ്ധഭീതിയുടെ ഗർത്തത്തിലേക്ക് തള്ളിയിടുകയാണ്. സുരക്ഷ എന്ന വാക്കിന്റെ പുറകിൽ ഒളിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭരണകൂടം യഥാർത്ഥത്തിൽ നടത്തുന്നത് അധികാര അഹങ്കാരത്തിന്റെയും ആയുധ വ്യവസായ ലോബികളുടെയും താല്പര്യങ്ങളുടെ നഗ്നമായ പ്രകടനമാണ്. സമാധാനത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും പേരിൽ പ്രസംഗിക്കുന്ന അമേരിക്ക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തപാത സൃഷ്ടിക്കുന്ന യുദ്ധതന്ത്രമായി മാറിയതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നാവികസേനാ വിന്യാസം. മധ്യപൂർവ്വ ദേശം എന്നത് ട്രംപിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂട്ടാളികൾക്കും ഒരു മനുഷ്യവാസ മേഖലയല്ല. അത് എണ്ണക്കിണറുകളുടെയും ആയുധ പരീക്ഷണങ്ങളുടെയും രാഷ്ട്രീയ ചെസ് ബോർഡിന്റെയും പേരിലാണ് അവർ കാണപ്പെടുന്നത്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലിബിയ ഈ രാജ്യങ്ങളുടെ ചരിത്രം അമേരിക്കൻ ഇടപെടലുകൾ എത്രമാത്രം നാശം വിതച്ചുവെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച ചരിത്രമുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു, കോടികൾ അഭയാർത്ഥികളായി, ഒരു തലമുറ മുഴുവൻ യുദ്ധത്തിന്റെ മുറിവുകളുമായി വളർന്നു. എന്നിട്ടും ട്രംപ് വീണ്ടും അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ നീക്കുന്നത് ശക്തിയുടെ അടയാളമല്ല, അത് യുദ്ധത്തിന്റെ മുറവിളിയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ സംഘർഷങ്ങളെ വളർത്തി ആഭ്യന്തര രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങളാൽ നിറഞ്ഞതാണ്. അമേരിക്കക്കകത്ത് സാമ്പത്തിക അസമത്വവും വംശീയ സംഘർഷവും ഭരണ പരാജയങ്ങളും രൂക്ഷമാകുമ്പോൾ പുറത്തൊരു വൈരാഗ്യം സൃഷ്ടിക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം തന്ത്രം. മധ്യപൂർവ്വ ദേശത്ത് വീണ്ടും തീ കൊളുത്തുന്നത് മനുഷ്യജീവിതങ്ങളുടെ വില കൊടുത്ത് സ്വന്തം അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല. യുദ്ധക്കപ്പലുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് ലോക സമാധാനത്തിന്റെ അവസാന ശ്വാസം പോലെയാണ് തോന്നുന്നത്. സൗത്ത് ചൈന കടലിലായിരുന്നു പോർ വിമാനവാഹിനി USS എബ്രഹാം ലിങ്കണും അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളുമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമുദ്ര മേഖലയിൽ പ്രവേശിച്ചെന്നാണ് വിവരം. ഇറാനിലെ പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമാണ് നീണ്ടതെന്നും സായുധ കലാപകാരികളാണ് പിന്നീട് രാജ്യമെങ്ങും പ്രശ്നമുണ്ടാക്കിയതെന്നും US ദിനപത്രമായ വോൾ സ്ട്രീറ്റ് ജേർണൽ എഴുതിയ ലേഖനത്തിൽ അരാക്ചി ആരോപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് ഇറാനുള്ള ക്ഷണം റദ്ദാക്കിയിരുന്നു. യുദ്ധം ഒരിക്കലും പരിഹാരമായിട്ടില്ല, അത് പ്രശ്നങ്ങളെ കൂടുതൽ ഭീകരമാക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ട്രംപ് ഭരണകൂടം ഇത് വീണ്ടും തെളിയിക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഭാവിയെക്കുറിച്ച് ഒരു നിമിഷം പോലും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടികളുടെ കണ്ണുനീരിലും അമ്മമാരുടെ നിലവിളികളിലും രാഷ്ട്രീയ വിഭജനം തേടുന്ന ഭരണാധികാരികളെ ചരിത്രം ഒരിക്കലും ക്ഷമിച്ച് മാറ്റി നിർത്തിയിട്ടില്ല. ട്രംപും അതിൽ നിന്ന് ഒഴിവാകില്ല. ഇന്നത്തെ ലോകത്തിന് വേണ്ടത് യുദ്ധക്കപ്പലുകളല്ല, മിസൈലുകളല്ല, മനുഷ്യ സഹാനുഭൂതിയാണ്, നയതന്ത്രമാണ്. എന്നാൽ ട്രംപ് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും എളുപ്പവും ഏറ്റവും ക്രൂരവുമായ വഴിയാണ് യുദ്ധം. കാരണം യുദ്ധം ചിലർക്ക് ലാഭമാണ്, ആയുധ നിർമ്മാതാക്കൾക്ക്, രാഷ്ട്രീയ ശക്തികൾക്ക്, സാമ്രാജ്യത്വ മനോഭാവങ്ങൾ ഉള്ളവർക്ക്. പക്ഷെ അത് സാധാരണ മനുഷ്യർക്ക് ശവക്കുഴികളാണ് സമ്മാനിക്കുന്നത്. ട്രംപ് ഉയർത്തുന്ന ദേശസുരക്ഷ എന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ലോകത്തെ കൂടുതൽ അസുരക്ഷിതമാക്കുകയാണ്. സമാധാനം ദുർബലതയല്ല, യുദ്ധശക്തിയുമല്ല. ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതാക്കൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ്. മധ്യപൂർവ്വ ദേശത്തെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ നിഴൽ വീഴാതിരിക്കാൻ, കടലിൽ യുദ്ധക്കപ്പലുകളുടെ കൊലവിളി ഉയരാതിരിക്കാൻ ലോകം ഒന്നിച്ച് ശബ്ദമുയർത്തണം. ട്രംപിനെയും അദ്ദേഹത്തിന്റെ യുദ്ധ രാഷ്ട്രീയത്തെയും തുറന്നടിച്ച് നിരസിക്കണം. കാരണം യുദ്ധത്തിനെതിരായ നിലപാടൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ല, അത് മനുഷ്യത്വത്തോടുള്ള കടപ്പാടാണ്.